ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഷീൻ എംബ്രോയിഡറിയുടെ പാർട്ട് 3 വ്ളോഗാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ഒരു തുണി കഷ്ണത്തിലാണ് ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനതൊരു ഡ്രസ്സിലേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ പഴയ ഒരു ടോപ്പാണ്. ഒരു എലൈൻ പോലെ മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു റോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഞാനിതിൻ്റെ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിഡിൽ പോർഷനിൽ ഒരു എംബ്രോയിഡറി വരുന്നത് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി കളർ എംബ്രോയിഡറിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ നെക്കും മറ്റേ ആം ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ട്രേസിങ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് എടുക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ ട്രേസിങ്ങൊക്കെ ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ ചെയ്യുന്നത് ഹിന്ദി ചാനലാണ്. അപ്പോൾ അവരിങ്ങനെ അല്ല കേട്ടോ ട്രേസ് ചെയ്യുന്നത്. അവരത് സിങ്ക് ഓക്സൈഡൊക്കെ വെച്ചിട്ട് ഒരു പൊടിയാണ് വൈറ്റ് കളറിൽ, അത് വെച്ചിട്ടാണ് കേട്ടോ ട്രേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ശരിക്കും കൂടി നല്ലതാണെന്ന് തോന്നിയത്. കാരണം ഈ യെല്ലോ കാർബൺ പേപ്പറിൽ ബ്ലാക്കിൽ ചെയ്തപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കെന്നാലും അത്യാവശ്യം ഇതിലും നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കൂടി ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തു. പിന്നെ ഈ കറക്റ്റ് പാറ്റേണിൽ തന്നെ വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് സ്റ്റെമ്മും ലീവ്സൊക്കെ വരച്ചങ്ങ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ത്രെഡുകൾ കേട്ടോ. ഇന്ന് ഞാനൊരു മൾട്ടി കളറായിട്ടുള്ളൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടി കളർ വൈറ്റിലും ബ്ലാക്കിലൊക്കെ ചെയ്യുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഓറഞ്ച് കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബിഗ് ഫ്ലവറിന് കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഈ മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂല് വെക്കാനുള്ള ഒരു ഹോൾഡറിൻ്റെ കാര്യമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് ഈ മെഷീൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നൂല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർന്നൂർന്നൂർന്ന് താഴത്തേക്ക് പോയിട്ട് ഈ പ്ലേറ്റിൽ ഉടക്കി അങ്ങോട്ട് പൊട്ടിപ്പോകും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ നൂലല്ലാതെ വേറൊരു ടൈപ്പ് നൂലും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മെഷീൻ എംബ്രോയിഡറി പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ത്രെഡാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറൊരു ടൈപ്പ് നൂലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പോളിസ്റ്റർ ത്രെഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് രണ്ടിലും വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. അത് യൂസ് ചെയ്യാൻ നമുക്ക് ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും പൊട്ടുകയൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഞാൻ നൂലിത് അവിടെ അങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. ഞാനൊരു പ്ലേറ്റിൽ, അതായത് ഒരു ബോക്സിൽ ഇട്ടിട്ട് ഞാൻ നോക്കി. പക്ഷേ എന്നിട്ടും എൻ്റെ നൂല് പൊട്ടി കണ്ടു. അതായത് നൂല് മറിഞ്ഞു പോകണം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോയി കൊണ്ടേ ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ വരച്ചേക്കുന്നതിൽ കൂടി ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനകത്ത് നോർമലി നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. ഞാൻ സിംഗിൾ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഔട്ട്ലൈൻ ചെയ്തിട്ട് ഫില്ല് ചെയ്തത്. പക്ഷേ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നി. കണ്ട നൂല് പൊട്ടിപ്പോയി. അത് അവിടെ നിലത്തേക്ക് വീണ് ഉടക്കി പൊട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഓറഞ്ച് നൂല് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഫുള്ള്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെപ്പോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ഇഷ്ടപ്പെട്ടിട്ട് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിലവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ ഈ മെഷീൻ എംബ്രോയിഡറി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് വേണ്ട കാര്യമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് സെക്കൻഡ് ഹാൻഡായിട്ട് കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സെക്കൻഡ് ഹാൻഡായിട്ട് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല ഒട്ടും. കാരണം ഈ മെഷീൻ തന്നെ പല സ്ഥലത്തും ഇല്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ. അപ്പോൾ ഈ മെഷീൻ അങ്ങനെ ആരുടെ കയ്യിലും ഇല്ലെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രീ ഹാൻഡായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തൊക്കെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് അതിൻ്റെ മേളിൽ കൂടി ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ലായി കിട്ടും കേട്ടോ. അതിന് നമുക്ക് ഈ ഫ്ലവർ മൊത്തം ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നൂല് കേട്ടോ. ഈ 2 ടൈപ്പ് നൂലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഈ നൂല് ഊർന്നു പോകില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ നൂല് സിൽക്ക് ത്രെഡ് ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ, താഴത്തേക്ക് ഇങ്ങനെ ഊർന്നൂർന്ന് വീണ് കിടക്കും. അതാണ് ഉടക്കി പൊട്ടുന്നത്. പക്ഷേ ഈ നൂലിലാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ചാലും അത് അങ്ങനെ ഇരിക്കും, അങ്ങനെ ഉടക്കേ ഇല്ല കേട്ടോ.
അപ്പോൾ പക്ഷേ ഇത് പോളിസ്റ്റർ ത്രെഡാണ്, ഇത് അങ്ങനെ യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് ഷോപ്പിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ത്രെഡ് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒന്ന് ഉടക്കി പൊട്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കഴുകിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കളർ ഇളകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളറൊന്നും ഇളകുന്നുണ്ടായിരുന്നില്ല, നല്ല നൂലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ആ നൂലാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. അതിന് വിലയും കുറവാണ്. എന്തായാലും ഈ നൂല് വെക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ പിങ്ക് ത്രെഡ് വെച്ചിട്ട് വേറെ അടുത്ത ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തത്, അതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ പിങ്ക് ഫ്ലവർ ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്ലവർ ഞാനൊരു യെല്ലോ ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയിൽ ഇത് യെല്ലോയും ഓറഞ്ചൊക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇത് യെല്ലോയാണ് കേട്ടോ. അങ്ങനെ യെല്ലോ ഫ്ലവർ ഞാൻ അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് മിഡിൽ പോർഷനിൽ ഞാനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് മിഡിലായിട്ട് എല്ലാ ഫ്ലവറിൻ്റെയും കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഓറഞ്ചിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ഓടിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ എല്ലാ ഫ്ലവറും ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ്. നമ്മൾ പ്ലെയിൻ കളേഴ്സിൽ എന്തെങ്കിലും നമ്മൾ മൾട്ടി കളർ ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അത് വെറൈറ്റി ആയിട്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അത് എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ, നമ്മുടെ തന്നെ ഓൺ ക്രിയേഷൻ അല്ലേ. ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേപോലത്തെ ഡ്രസ്സ് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലോ, പക്ഷേ ഈ എംബ്രോയ്ഡറി ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡ്രസ്സ് നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഈ തണ്ടിന് ഇലക്കൊക്കെ ഞാൻ 2 കളറ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും എടുത്തിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ ലീവ്സ് ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ നമ്മൾ ട്രേസ് ചെയ്തപ്പോഴേ. പിന്നെ ഞാൻ എൻ്റെ രൂപത്തിന് ഒരു ഇലയൊക്കെ അങ്ങോട്ട് ഔട്ട്ലൈൻ ചെയ്ത് വരച്ചിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യാണ്. പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ ഫ്ലവർ ചെയ്യുന്നതിൻ്റെയോ ലീവ്സ് ചെയ്യുന്നതിൻ്റെയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽസ്, ഹിന്ദി യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഡിസൈനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബബിൾസ് പോലെ ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് അങ്ങ് കൊടുത്തു. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ, അതായത് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് മോൾക്ക്. അപ്പോൾ 6 വയസ്സിൻ്റെ ഒരു സ്ട്രാപ്പ് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.